വീണ്ടും സ്വാഗതം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ ഇവിടേക്ക് വലിയ തോതിൽ UDF പ്രവർത്തകരുടെ ഒരു പ്രവാഹം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കുള്ള പെർമിഷൻ ഇപ്പോഴാണ് അലോ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കൂ, ഇതിന്റെ പുറകെ കാണുമ്പോൾ ഇതിലേക്ക് നോക്കൂ, കാണാൻ കഴിയും VD സതീശന്റെ അടക്കമുള്ള പ്ലക്കാർഡുകളുമായിട്ട് നൂറുകണക്കിന് പ്രവർത്തകർ വലിയ ആവേശത്തോടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് പുറത്ത് നൂറുകണക്കിന് ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വന്ന ആളുകൾ പാസ് കിട്ടാതെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 വർഷക്കാലത്തിന് ശേഷമുള്ള ഒരു UDF സർക്കാരിന്റെ അധികാരാരോഹണ കാലം എന്തുമാത്രം വലിയ ദിവസം, എന്തുമാത്രം വലിയ ആവേശത്തോടെ സന്തോഷത്തോടെയാണ് UDF പ്രവർത്തകർ അതിനെ കാണുന്നത്, അതിനെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്റെ കൂടെ സെയ്ഫ് സൈൻലാബ്ദീൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്നുണ്ട്. സെയ്ഫ്, കന്റോൺമെന്റ് ഹൗസിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച എന്താണ്? അവിടെ നിന്ന് VD സതീശന്റെ അവസാനത്തെ കന്റോൺമെന്റ് ഹൗസ് ദിവസമാണ് ഇന്ന്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു സീൻ എന്താണ്? അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ ഗസറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ടോട്ടൽ ക്യാബിനറ്റിന്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ? പോർട്ട്ഫോളിയോ ഏകദേശം എല്ലാം മിക്കതും ആയിട്ടുണ്ട് നിഷാദ്. അത് പോർട്ട്ഫോളിയോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ്, ഇപ്പോൾ നേരത്തെ സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യവകുപ്പ് അതിനകത്ത് കെ മുരളീധരന് നൽകിയിട്ടുണ്ട്. ബാക്കി മന്ത്രിമാരുടെ വകുപ്പ് ഇപ്രകാരമാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ അതാണ്. പിന്നീടുള്ളത് സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ, അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് നൽകാനുള്ള തീരുമാനമാണ് KPC നേതൃത്വവും മുഖ്യമന്ത്രിയും എടുത്തിരിക്കുന്നത്. M ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. KA തുളസി പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് അവർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ടേം വ്യവസ്ഥയിലാണ് ഉണ്ടാവുക. ആദ്യത്തെ 2.5 വർഷം അവരും, രണ്ടാമത്തെ 2.5 വർഷം IC ബാലകൃഷ്ണനുമായിരിക്കും മന്ത്രിയായിട്ട് വരുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുക എന്നുള്ളതാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. വൈദ്യുതി വകുപ്പായിരുന്നു ഇന്നലെ കെ മുരളീധരന് നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം അതിനോട് അതൃപ്തി പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആരോഗ്യവും ദേവസ്വവും കൂടി നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. AP അനിൽകുമാറിനാണ് ഇന്നലെ വൈദ്യുതി നൽകാനുള്ള ധാരണയുണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് വൈദ്യുതി വകുപ്പ് ഇനിയിപ്പോൾ AP അനിൽകുമാറിന് നൽകുക എന്നുള്ളതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. PC വിഷ്ണുനാഥ് ടൂറിസവും സാംസ്കാരികവും വകുപ്പ് മന്ത്രിയാകും. കേരളത്തിന്റെ അടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് റോജി M ജോണാണ് വരാൻ പോകുന്നത്. അങ്കമാലി MLA. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. OJ ജനീഷ്, അതാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും സർപ്രൈസ് എൻട്രി എന്ന് പറയുന്നത്. OJ ജനീഷാണ്. അദ്ദേഹം മന്ത്രിയാകും എന്ന് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിലും ഉയർന്നു വന്നിരുന്നില്ല. ഏറ്റവും അവസാനം ഏതാണ്ട് 23ാമത്തെ മണിക്കൂർ എന്ന് നമ്മൾ പറയുന്ന പോലെ ആ സമയത്താണ് അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. പിന്നീടുള്ളത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും വ്യവസായം. മോൻസ് ജോസഫ്, കേരള കോൺഗ്രസിന്റെ മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പ് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. CP ജോണാണ് കേരളത്തിന്റെ അടുത്ത ഗതാഗത മന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. ഷിബു ബേബി ജോണിന് വനം വകുപ്പ് നൽകും. അതിനൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കശുവണ്ടി വ്യവസായവും നൈപുണ്യ വികസനവും നൽകാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അനൂപ് ജേക്കബിന്റെ വകുപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഭക്ഷ്യവകുപ്പ് വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ആ തീരുമാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോർട്ട്ഫോളിയോ ഏകദേശം ഒരു 90% പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർക്ക് ഇന്നലെ പട്ടിക നൽകിയപ്പോൾ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടില്ല. പോർട്ട്ഫോളിയോ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ ചായ സൽക്കാരത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് കൈമാറിയാൽ മതിയാകും. പക്ഷെ അത് കൈമാറിയാൽ കഴിഞ്ഞാൽ മാത്രമേ ഗവർണർക്ക് അത് ഗസറ്റ് വിജ്ഞാപനം ചെയ്തുകൊണ്ട് അത് ഇറക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ ചിത്രം ഉണ്ടാവുക. അങ്ങനെ പോർട്ട്ഫോളിയോ സംബന്ധിച്ച് വലിയ തർക്കങ്ങളില്ലാതെ 2 ദിവസം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.